ഇന്ന് നമ്മൾ രണ്ടുപേരെ മീറ്റ് ചെയ്യാൻ പോവാണ്. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. കുറച്ചു ദിവസം മുമ്പ് ഞാൻ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിൽ ഒരു വർക്കിന് വേണ്ടി ഞാൻ പോയിരുന്നു. അതിനൊന്നും ഇല്ലേ? അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റീല് ഞാൻ കണ്ടു. അതിലൂടെയാണ് ഞാൻ ഇവരെ ഫസ്റ്റ് ടൈം ഞാൻ ശ്രദ്ധിക്കുന്നത്. തേടിയ കാല് വള്ളി ചുറ്റി, തേടിയ ചുറ്റി കാലേ വള്ളി. അമ്മയ്ക്കൊരു കുഞ്ഞു കല്ലുകമ്മൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങള് പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിലോട്ട് പോയത്. ആണോ? ഭയങ്കര. കൂടാതെ അന്ന് അക്ഷയ തൃതീയ പ്രമാണിച്ച് പേളിമണിയും വരുന്നുണ്ടായിരുന്നു. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ഇതിനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ കമ്മല് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു. എന്നിട്ട് പിന്നെ എങ്ങനെ ചാച്ചൻ പോയതിനു ശേഷം മാനസികമായി തകർന്നിരുന്ന അമ്മ ഇന്നാണ് കുറച്ചെങ്കിലും ഒരു ചിരിയോടെ ഞാൻ കാണുന്നത്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും ഞാൻ പറയുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണ്ടേ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കെയില്ല, അമ്മ വെങ്കന്മാരെ പോലും. ശരിക്കും അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നായിട്ട്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അയ്യോ, നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂറ മലമങ്കി. അമ്മ അന്ന് നോക്കി വെച്ചിരുന്ന കമ്മൽ ഇതായിരുന്നു. അതേ കമ്മല് അന്ന് എടുക്കാണ്ട് പോയി. ഇന്ന് നമ്മളത് അമ്മയ്ക്ക് കൊടുക്കാട്ടാ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ആരാ തന്നത്? അച്ഛൻ അവിടെ നിന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവും ഇല്ല.